ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് അമ്മയോടൊപ്പം 18-ാം തീയതി ഒക്ടോബർ 18 ലൂക്കാ സുവിശേഷകന്റെ തിരുനാൾ ദിവസമാണ്. ഇത് ഒരു ഐക്കണാണ്. ഈ ഐക്കൺ നമുക്ക് കൃത്യമായിട്ടും പരിചയമുണ്ട്. ലൂക്ക വരച്ചു എന്നൊക്കെ പറയപ്പെടുന്ന രീതിയിൽ അറിയപ്പെടുന്ന ഐക്കണുണ്ട്. 7 ചിത്രങ്ങൾ ലൂക്ക വരച്ചു എന്നാണ് പറയുന്നത്, പരിശുദ്ധ അമ്മയെ സംബന്ധിക്കുന്ന. അത് നമ്മൾ പല പ്രധാന പള്ളികളിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഇത് 7 ഉള്ളൂ എന്നുള്ളതല്ല, വളരെ പ്രധാനപ്പെട്ട 7 ചിത്രങ്ങൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ഒരു വ്യത്യസ്തമായ മാതാവിന്റെ ചിത്രമൊക്കെ ലൂക്ക വരച്ചു എന്ന് പറയുമ്പോൾ അത് ഞാൻ ഈ ലൂക്കയെ കുറിച്ച് പറയുന്നൊരു വീഡിയോ വേറെ ഉണ്ട്, ഒരു കനാക് വീഡിയോ. അത് ഒരു ഏകദേശം 10 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഉണ്ട്, ലൂക്ക ആരാണെന്നുള്ളതിനെ കുറിച്ച്, ഈ സുവിശേഷത്തെ കുറിച്ച് പ്രത്യേകത പറയുന്നത്. പക്ഷെ ഈ ഒരു ചിത്രത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഒരു റിസർച്ച് നടത്തി ചരിത്രം എഴുതുന്ന മനുഷ്യനായിട്ടാണ് നമുക്ക് ലൂക്കയെ കാണാൻ സാധിക്കുക. അതായത് മറിയത്തെ പോയി കണ്ട് പരിശുദ്ധ മറിയത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി എന്നുള്ള രീതിയിലാണ്. അപ്പൊ സത്യത്തിൽ ഈ ഒരു കഥ നമുക്കറിയാം. ലൂക്ക സുവിശേഷകന്റെ നിത്യസ്തായ മാതാവിന്റെ ചിത്രത്തിന് പിന്നിലുള്ള കഥയുണ്ട്. മുറ്റത്ത് കളിച്ചിട്ടിരുന്ന ഈശോ, മിക്കായേലും ഗബ്രിയേൽ മാലാഖമാര് കുരിശും ആണിയൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഓടി മറിയത്തിന്റെ അടുത്തേക്ക് വരുന്ന മറിയം ഈശോ ചേർത്ത് പിടിക്കുന്നു. ഓടുന്ന വഴിക്ക് പൊട്ടിയ ചെരുപ്പ് തൂങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ടും അവതരിപ്പിക്കുന്നൊരു കാര്യം, ലൂക്ക ഇത് പരിശുദ്ധ മറിയത്തോട് ചോദിച്ചപ്പോൾ പരിശുദ്ധ മറിയം പറഞ്ഞു കൊടുത്തു തന്നെ ആയിരിക്കണം. പരിശുദ്ധ മറിയം പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും ലൂക്കയുടെ സുവിശേഷത്തിലുണ്ട്. നമുക്കറിയാം, മംഗളവാർത്ത, എലിസബത്തിനെ സന്ദർശിക്കുന്നത്, ജനനം, ദേവാലയത്തിലെ സമർപ്പണം, 12-ാം വയസ്സിൽ കാണാതെ പോയി തിരിച്ചു കിട്ടി, എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വേറെ ആരും എഴുതിയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ലൂക്ക എഴുതിയെങ്കിൽ അത് വേറെ ആരുടെടുത്തും ചോദിച്ചു മനസ്സിലാക്കിയതല്ല, പരിശുദ്ധ അമ്മയെ ചെന്ന് കണ്ടിട്ട് ചോദിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ രീതിക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിന് പിന്നിലുള്ള കഥയും സംഭവവും ലൂക്ക പരിശുദ്ധ മറിയത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കിയതായിരിക്കണം. പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കുന്നു, ഈശോയെ ചേർത്ത് പിടിച്ച പരിശുദ്ധ അമ്മ നമ്മളെയും ചേർത്ത് പിടിക്കുമെന്നും നിത്യം സഹായമായി നിലനിൽക്കുമെന്നും നമ്മളെ പഠിപ്പിച്ച ലൂക്കായ്ക്ക് നന്ദി. ലൂക്ക പഠിപ്പിച്ച ആ പാഠം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കുറിച്ചു വെക്കാം. നിത്യസഹായ മാതാവിൽ നമുക്ക് ശരണപ്പെടാം. എൻ്റെ അമ്മയെ, എൻ്റെ ആശ്രയമേ, ആവേ മരിയ.